ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ തയ്ക്കാൻ താല്പര്യമുള്ളവർക്കും തുടക്കക്കാർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തയ്ക്കാൻ തുടങ്ങുമ്പോൾ എന്തെല്ലാം സാധനങ്ങളാണ് നമുക്ക് വേണ്ടതും എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്നൊക്കെ എല്ലാവരും വീഡിയോസായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഓരോ ഡ്രസ്സുകൾ നമ്മൾക്ക് കാണുമ്പോഴും ആ ഒരു ഡ്രസ്സ് നമുക്ക് തയ്ക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ ഒട്ടും അറിയില്ല, തയ്യൽ ഒട്ടും അറിയാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്യൽ ആദ്യം പഠിച്ചു വരണമല്ലോ. അപ്പോൾ അതിന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. പിന്നെ അതിന് ശേഷം നമ്മൾ എന്തെല്ലാം വാങ്ങണമെന്നും അതിന് ശേഷം നമുക്ക് പിന്നീട് വരുന്ന ഓരോ ഇതിനെ പറ്റിയിട്ടും ഞാൻ ഉപയോഗിച്ച ഓരോ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ വേണ്ടത് വീട്ടിലൊരു തയ്യൽ മെഷീൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഹൈ സ്പീഡ് മെഷീനോ അല്ലെങ്കിൽ പവർ മെഷീനോ ഒന്നും നമുക്ക് വേണ്ട. ഇതുപോലൊരു സാധാരണ കാലുകൊണ്ട് തയ്ക്കുന്ന ഒരു മെഷീൻ നമ്മളെ വീട്ടിലുണ്ടായിരുന്നാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഒഴിവ് സമയത്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് തയ്ച്ചിട്ട് വീട്ടിലിരുന്നിട്ട് കുഞ്ഞു വരുമാനം നമുക്ക് നേടാൻ കഴിയും. പിന്നെ നമുക്ക് അതിനനുസരിച്ചിട്ട് നമ്മളെ മെഷീനിൽ മാറ്റങ്ങൾ വരുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒന്ന് ഹൈ സ്പീഡ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു തയ്യൽ മെഷീനിന്മേൽ മോട്ടർ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് സ്പീഡിൽ തയ്ച്ച് പോകാനും കഴിയും. അപ്പോൾ തുടക്കക്കാർക്ക് കാലുകൊണ്ട് തയ്ക്കണ ഒരു മെഷീനേക്കരം നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്നാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാവകാശം തയ്ച്ച് പോരാ, നമ്മളെ കൺട്രോളിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. പിന്നീട് നമുക്ക് നല്ലോണം എക്സ്പീരിയൻസ് ആകുന്നതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് അധികം തയ്ക്കാനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതിമേ മോട്ടർ വെച്ച് ഘടിപ്പിച്ചെടുക്കാനും കഴിയും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിമേ ഒരു മോട്ടർ വെച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 100 വാട്ട്സിൻ്റെ ഒരു മോട്ടറാണ് വെച്ചിട്ടുള്ളത്. 6 മാസത്തെ ഗ്യാരണ്ടിയാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇതിന് പ്രൈസ് വരുന്നത് 1000 രൂപയാണ് പ്രൈസ് ആയിട്ടുള്ളൂ. അപ്പോൾ 6 മാസത്തെ ഗ്യാരണ്ടിയാണ് തന്നിരുന്നത്. അപ്പോൾ നമുക്ക് ഈ 6 മാസത്തെ ഗ്യാരണ്ടിയിലേറെ നമ്മൾ അധികം യൂസ് ചെയ്തു കേട്ടോ. 1 വർഷത്തിൻ്റെ മുകളിലായി ഇപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നു. ഇതുവരെ ഒരു കേടും വന്നിട്ടില്ല. പിന്നെ ആ ഒരു ബെൽറ്റ് മാത്രം നമ്മൾ കണക്ട് ചെയ്യുന്ന ആ ഒരു ബെൽറ്റ് മാത്രം ഒന്ന് ദ്രവിച്ച് കറങ്ങി ദ്രവിച്ച് പോകും. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ചെയ്യണം വിചാരിച്ചിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ ഉണ്ടായതുകൊണ്ട് ആ ഒരു ബെൽറ്റ് പെട്ടെന്ന് മാറ്റിയിട്ട് ഞാൻ വേഗം തയ്ച്ച് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിന് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ ആ ഒരു വീഡിയോയും കൂടി ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നീട് നമുക്ക് അംബ്രല്ല മെഷീൻ അതുപോലെ തന്നെ പവർ മെഷീനൊക്കെ നമുക്ക് പിന്നെ അത് യൂസ് ചെയ്ത് വരാം. അപ്പോൾ തുടക്കക്കാർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെഷീൻ ഈ ഒരു മെഷീനാണ്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് വേണ്ടത് അളവെടുക്കാനും വെട്ടി തയ്ക്കാനും മാർക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ടാപ്പും കത്രികയും ചോക്കയും അതുപോലെ തന്നെ മുട്ടുസൂചി നമുക്ക് ആവശ്യമാണ്. പിന്നെ നമുക്കൊരു സ്കെയിൽ അത്യാവശ്യമാണ് കേട്ടോ. കാരണം നമുക്ക് തുടക്കക്കാർക്ക് ഈസി ആയിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരക്കേണ്ടടുത്തൊക്കെ വരച്ചെടുക്കാൻ ഇതുപോലൊരു സ്കെയിൽ നല്ലതാണ്. ഒരു ഭാഗത്ത് ഇഞ്ച് കണക്കിനുണ്ട്, ഒരു ഭാഗത്ത് സെൻറ്റിമീറ്റർ കണക്കിനുണ്ട്. അപ്പോൾ ഇഞ്ച് കണക്കിന് 24 ഇഞ്ചും സെൻറ്റിമീറ്റർ 60 സെൻറ്റിമീറ്റർ ആയിട്ട് ഇവിടെ നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ ഈ ഒരു സ്കെയിൽ കിടക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചോക്ക അത്യാവശ്യമാണ് നമുക്ക് വരക്കാനും കർവ് ചെയ്യാനും. അപ്പോൾ നിങ്ങൾക്ക് ചോക്ക ഒരു പെട്ടിയായിട്ട് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് 1-2 ചോക്കായിട്ട് ഒക്കെ നമുക്ക് ബട്ടൺ ഹൗസിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അങ്ങനെ വാങ്ങിച്ചാലും മതി. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മളെ കയ്യിൽ നല്ലൊരു ടാപ്പ് ഉണ്ടായിരിക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ടാപ്പ് ഉപയോഗിച്ചിട്ടാണ് അളവുകളൊക്കെ എടുക്കലും അതുപോലെ തന്നെ അളവ് ഉപയോഗിച്ച് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു ടാപ്പാണ്. അപ്പോൾ ഈ ടാപ്പിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് സെൻറ്റിമീറ്റർ കണക്കിനുണ്ട്, ഒരു ഭാഗത്ത് നമുക്ക് ഇഞ്ച് കണക്കിനുണ്ട്. ഇവിടെ നമുക്ക് ഇഞ്ച് കണക്കിനാണ്, ഈ ഒരു ഭാഗത്ത് സെൻറ്റിമീറ്റർ കണക്കിനാണ് കേട്ടോ. ഈ ഓറഞ്ച് കളറിലുള്ള സെൻറ്റിമീറ്ററും ഉണ്ട്, ഇവിടെ ഇഞ്ച് കണക്കിനും ഉണ്ട് കേട്ടോ. ഈ വിട്ട് കണ്ടില്ല അക്കങ്ങൾ 1, 2 അത് ഇഞ്ച് കണക്കിനും, എടുത്തുള്ളത് നമുക്ക് സെൻറ്റിമീറ്റർ കണക്കിനുമാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെൻറ്റിമീറ്റർ കണക്കിന് അങ്ങനെ നമുക്കൊരു 100 സെൻറ്റിമീറ്റർ ആകുമ്പോഴാണ് നമുക്ക് 1 മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തയ്ക്കണ തുണി എത്ര മീറ്റർ ഉണ്ട് എന്നൊക്കെ നമുക്ക് അളന്ന് നോക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് 100 സെൻറ്റിമീറ്റർ തുണിക്കാണ് 1 മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് അളക്കാനും ഈ ടേപ്പിൽ കഴിയും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടാപ്പിൽ ഇതാ 152-53 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഒരു ടാപ്പിൽ ഉണ്ടാകുക.
പിന്നെ ഇഞ്ച് കണക്കിന് നോക്കുകയാണെങ്കിൽ 60 ഇഞ്ച് ഉണ്ടാവും നമ്മൾ ഈ ഒരു ടാപ്പിൽ. അപ്പം ഞാനിനി നമ്മളെ 1/2 ഇഞ്ചും 1/4 ഇഞ്ചും ഒന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ തുടക്കക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് 1/4 ഇഞ്ച് അതുപോലെ തന്നെ 3/4 ഇഞ്ച് എന്നൊക്കെ പറയുമ്പോൾ സംശയങ്ങൾ ഉള്ളവരുണ്ടാവും. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലൊന്ന് പറഞ്ഞു തരാം കേട്ടോ, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ടാപ്പ്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ വെട്ടി തയ്ക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാർക്ക് ചെയ്യുന്ന അളവുകൾ. അപ്പോൾ ഇതാണ് നമ്മൾ ഇഞ്ച് കണക്കിന് നമ്മൾ ഉപയോഗിക്കുന്നത്. 1/2 ഇഞ്ച് അതുപോലെ തന്നെ 1/4 ഇഞ്ചും 1 ഇഞ്ച് 2 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തെ അളവുകളാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ട് മുതൽ ഈ 1 തൊട്ട് അക്കം വരെയാണ് നമുക്ക് 1 ഇഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടില്ല, ഇത്രയും ഭാഗങ്ങളിലാണ് നമുക്ക് 1 ഇഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പകുതി, ഇതിൻ്റെ പകുതി വരുന്നതാണ് നമുക്ക് 1/2 ഇഞ്ച്. മനസ്സിലായല്ലോ, ഇതാണ് നമുക്ക് അതിൻ്റെ പകുതി വരുന്നത് 1/2 ഇഞ്ച്. പിന്നെ നമുക്ക് 1/4 ഇഞ്ച്, ഈ അരയുടെയും ഇതിൻ്റെയും നടുക്ക് വരുന്നതാണ് നമുക്ക് 1/4 ഇഞ്ച് എന്ന് പറയുന്നത്. 1/4 ഇഞ്ച്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കാണിച്ചിരുതാ, ഇവിടെ നിന്നും ഇത് നമുക്ക് 1ൻ്റെ 2ൻ്റെ ഇടയിൽ നമുക്ക് 1 ഇഞ്ചായിട്ട് എടുക്കാം. എന്നിട്ട് ഇതാ ഇതിൻ്റെ ഈ 1/2 ഇഞ്ചിൻ്റെയും ഇതിൻ്റെ സെൻറ്ററിൽ ഈ ഒരു സ്റ്റിക്കർ വരുന്നുണ്ടല്ലോ, ഇതാ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു 1/4 ഇഞ്ച് വരും. ഈ 1 മുതൽ ഈ ഒരു ഭാഗം വരെ ഇതാ ഈ 2 ഡോട്ട്, രണ്ടാമത്തെ ഡോട്ടിൽ നമുക്ക് 1/4 ഇഞ്ച്. പിന്നെ നമ്മൾ 3/4 ഇഞ്ച് എന്ന് പറയുന്നത് ഈ 1 ഇഞ്ചിൻ്റെയും 1/2 ഇഞ്ചിൻ്റെയും സെൻറ്റർ ഭാഗമാണ് നമുക്ക് 3/4 ഇഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വര ഉണ്ടല്ലേ, ഈ 2 വരയുടെയും നടുക്ക് സെൻറ്ററിലായിട്ടൊരു വര, ഇത് വരെയാണ് നമുക്ക് സ്റ്റാർട്ട് മുതൽ ഇതുവരെയാണ് 3/4 ഇഞ്ച് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് 1 ഇഞ്ച് അതിൻ്റെ കൂടെ 1/4 കൂട്ടുമ്പോൾ 1/4, പിന്നെ 1.5, 2, 2.25 ഇവിടെ വരും 2.5, പിന്നെ 2.25, പിന്നെ 3 ഇഞ്ച്. 2.25 എന്ന് വരുമ്പോൾ ഇവിടെ കേട്ടോ 3 ഇഞ്ച്. പിന്നെ 3.25 വരുമ്പോൾ ഇതാ ഈ ഒരു ഭാഗത്ത് വരും 3.25, പിന്നെ 3.5, 3.25, 4 ഇഞ്ച്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ അളവുകളും ടാപ്പ് ഉപയോഗിച്ചിട്ട് അളന്ന് മാർക്ക് ചെയ്യണത്. അപ്പോൾ അളവുകൾ ടാപ്പിൽ എങ്ങനെയാണ് നോക്കണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് മൂർച്ചയുള്ളൊരു കത്രിക വേണം. അപ്പോൾ അത് നമുക്ക് നിർബന്ധമാണ്, നല്ലൊരു മൂർച്ചയുള്ളൊരു കത്രിക. പിന്നെ അതുപോലെ തന്നെ പിന്നെ മുട്ടുസൂചി അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മൾ നെക്കിൻ്റെ അവിടെ ആ ഒരു ഭാഗത്തേക്കും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്ലേറ്റൊക്കെ ഇട്ട് തയ്ക്കുമ്പോൾ ഓരോ പ്ലേറ്റിൻ്റെ അവിടേക്ക് നമുക്ക് മുട്ടുസൂചി കുത്തി കൊടുത്തിട്ട് നമുക്ക് കടുപ്പം തയ്ച്ച് പോരാനൊക്കെ ഇത് യൂസ്ഫുള്ളാവും. അപ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് വാങ്ങി വെക്കട്ടെ. അപ്പോൾ ഞാനിവിടെ 2 വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1 വാങ്ങി വെച്ചാൽ മതി. തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 വാങ്ങി വെക്കുക. ഞാനിവിടെ മോൾക്ക് മഫ്തമ്മ കുത്താനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മുട്ടുസൂചി കളഞ്ഞു പോരും. അപ്പോൾ പിന്നെ ഇവിടെ പെട്ടെന്ന് അപ്പോൾ ഞാൻ 2 വാങ്ങി വെച്ചതായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു മുട്ടുസൂചി ഇങ്ങനത്തെ ഒരു ബോർഡ് നിങ്ങൾ വാങ്ങി വെക്കുക. ഇനി അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ തയ്ക്കാൻ പുറമൊക്കെ ഒരു നൈറ്റിയോ അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള ചെറിയ ഫ്രോക്കോ അങ്ങനെയൊക്കെ നമുക്ക് തയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്യാൻവാസ് അതുപോലെ തന്നെ കുളത്ത്, പിന്നെ നമ്മൾ നെയ്റ്റൊക്കെ തയ്ച്ചെടുക്കുന്നുണ്ടെങ്കിൽ സിബ്, പിന്നെ അതുപോലെ തന്നെ നൂല്, പല കളറായിട്ടുള്ള നൂല് ഒരു പെട്ടിയായിട്ട് അങ്ങനെ വാങ്ങി വെക്കുക. പിന്നെ അതേപോലെ തന്നെ ക്യാൻവാസ് നമുക്ക് നെക്കൊക്കെ നീറ്റായിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് നൈറ്റിയുടെ നെക്കൊക്കെ നമുക്ക് തയ്ക്കാൻ പറ്റും ക്യാൻവാസ്. അതുപോലെ തന്നെ അങ്ങനത്തെ ഒക്കെ ഒന്ന് നമ്മൾ കുറച്ചൊക്കെ അങ്ങനത്തെ ഒക്കെ ഒന്ന് വാങ്ങി വെക്കുക. പിന്നെ നമുക്ക് തയ്ക്കണതിനനുസരിച്ച് നമുക്ക് പിന്നെ അതിനനുസരിച്ച് നമുക്ക് പിന്നെയും വാങ്ങി കൊടുന്ന് വെക്കട്ടെ. ആദ്യം കുറച്ചൊക്കെ സാധനങ്ങൾ നമ്മൾ ഇതുപോലെ കൊടുന്ന് വെക്കുക. പിന്നെ അതുപോലെ തന്നെ പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈപ്പിംഗ് ത്രെഡ് വാങ്ങുക, അല്ലെങ്കിൽ പൈപ്പിംഗ് ആയിട്ടും കിട്ടും. പൈപ്പിംഗ് ത്രെഡ് വാങ്ങിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഉള്ളവർ എന്ത് ചെയ്യുക, പൈപ്പിംഗ് ആയിട്ട് നമുക്ക് ബട്ടൺ ഹൗസിൽ ചെന്നാൽ നമുക്കത് വാങ്ങാൻ കിട്ടും. അപ്പോൾ അങ്ങനെ പൈപ്പിങ്ങും വാങ്ങാം. അപ്പോൾ നമ്മൾ പൈപ്പിങ്ങൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് സാധാരണ ഫൂട്ട് ഉപയോഗിച്ചിട്ട് തയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വാങ്ങി വെക്കേണ്ട ഒരു ഫൂട്ടാണ് ഇത്. 1 സൈഡ് ഫൂട്ട് വാങ്ങി വെക്കുക. അപ്പോൾ ഇത് ലെഫ്റ്റും റൈറ്റും ആയിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതിന് അധികം വലിയ പ്രൈസൊന്നുമില്ല. ഇങ്ങനത്തെ ഒന്ന് വാങ്ങി വെക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് നിർബന്ധമാണ്. അപ്പോൾ ഇതൊന്ന് വാങ്ങി വെക്കുക. അപ്പോൾ ഇതിനിപ്പോൾ തുടക്കത്തിൽ നമ്മൾ പുറമേക്ക് തയ്ക്കണില്ലെങ്കിലും ഒന്ന് വാങ്ങി വെക്കട്ടെ, നമുക്ക് സ്വന്തമായിട്ട് തയ്ക്കാൻ. ഇത് ഹെമ്മിങ് ഫൂട്ടാണ്. അപ്പോൾ ഈ ഹെമ്മിങ് ഫൂട്ട് എൻ്റെ മെഷീൻമേ
കംഫർട്ടാണില്ല കേട്ടോ, അതെന്താ അറിയില്ല. അപ്പോൾ ഞാനത് യൂസ് ചെയ്യാറില്ല. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് എടുത്തു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ നിങ്ങളെ മെഷീൻമേക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഹെമ്മിങ് ഫൂട്ടൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മോഡലായിട്ടൊക്കെ തയ്ക്കാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു തുടക്കക്കാർ എന്ന നിലയിൽ നമ്മൾ ചെറിയൊരു സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കയ്യിലുണ്ടായിരിക്കേണ്ട സാധനങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങാടിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാധനങ്ങളുടെ വിലയും പ്രൈസൊക്കെ ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ കാണുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ വാങ്ങിച്ചതാണ്. ക്യാൻവാസാണ്, കനം കുറഞ്ഞ ക്യാൻവാസാട്ടോ. 1 മീറ്റർ ഞാൻ വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഇതിന് പ്രൈസ് വരുന്നത് 25 രൂപയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടക്കക്കാർക്കൊക്കെ ഇതുപോലെയുള്ള കനം കുറഞ്ഞ ക്യാൻവാസ് ഒന്ന് വാങ്ങി വെക്കുക. പിന്നെ കട്ടില്ല ക്യാൻവാസും ഉണ്ട് കേട്ടോ, പലതരം ക്യാൻവാസ് ഉണ്ട്. അത് നമ്മൾ പറഞ്ഞ് വാങ്ങണം. കനം കുറഞ്ഞ ക്യാൻവാസ് ആണെങ്കിൽ കനം കുറഞ്ഞ ക്യാൻവാസ് എന്ന് പറയുന്നത് വേണം കേട്ടോ, എന്നാലും അവർ ആ രീതിക്കുള്ള ക്യാൻവാസ് എടുത്തു തരുള്ളൂ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പൈപ്പിംഗ് ത്രെഡാണ്. അപ്പോൾ ഈ പൈപ്പിംഗ് ത്രെഡിന് ഈ റോളിന് 30 രൂപയാണ് പ്രൈസ് വരുന്നത്. നമുക്ക് ഇത് കനം കുറഞ്ഞ പൈപ്പിംഗ് ത്രെഡാട്ടോ. കനം കുറഞ്ഞതും കനം കൂടിയ പൈപ്പിംഗ് ത്രെഡും ഉണ്ട്. അപ്പം കനം കൂടിയ പൈപ്പിംഗ് ത്രെഡ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് പകുതി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കുറച്ച് കനം കൂടിയ പൈപ്പിംഗ് ത്രെഡ്. അപ്പോൾ കനം കുറഞ്ഞ പൈപ്പിംഗ് ത്രെഡ് എൻ്റെയൊക്കെ ഒന്ന് കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നമുക്ക് ഫ്ലവറും ബീഡ്സൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പശ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 25 ml ഇതിന് 50 രൂപയാണ് പ്രൈസ്. അപ്പോൾ ഞാൻ ഇതുവരെ ഈ ഒരു പശ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റിലാണ് ഞാൻ യൂസ് ചെയ്യണത്. ഞാൻ യൂസ് ചെയ്തിരുന്നത് ഗ്ലൂ ഗണ്ണ് പശയാണ് കേട്ടോ ഉപയോഗിച്ചിരുന്നത്. ഗ്ലൂ ഗണ്ണാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഇന്നലെ വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ ഗ്ലൂ ഗണ്ണൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒന്നിന് നമുക്ക് പ്രൈസ് വരുന്നത് 10 രൂപയാണ്. അപ്പോൾ അങ്ങനെ 3 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. 3 എണ്ണത്തിന് 30 രൂപ. പിന്നെ ഞാൻ സിബ് വാങ്ങിയിട്ടുണ്ട്. ഇത് ഫ്രോക്കിനൊക്കെ വെച്ചെടുക്കാൻ പറ്റിയ സിബാണ്, വലിയ സിബാണ്. അപ്പോൾ ഇതിന് വരുന്നത് പ്രൈസ് 12 രൂപയാണ് കേട്ടോ. ഇൻവിസിബിൾ സിബാണ്. പിന്നെ നൂല് ഞാൻ 2 എണ്ണം കളറിന് മാച്ച് ചെയ്ത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ അധികം യൂസ് ചെയ്യാറുള്ളത് റെഡ് സൺ നൂലാണ് കേട്ടോ. അപ്പോൾ റെഡ് സണ്ണ് യൂസ് ചെയ്യാൻ നിങ്ങൾ നല്ല നൂലാണ് കേട്ടോ. ഞാൻ അതാണ് യൂസ് ചെയ്യാറ്. പെട്ടെന്ന് പൊട്ടിപ്പോകുകയൊന്നുമില്ല, നല്ല ഉറപ്പുള്ളൊരു നൂലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നൂല് ഞാൻ അവിടെ റെഡ് സണ്ണിൻ്റെ നൂലുണ്ടോ ചോദിച്ചപ്പോൾ അവിടെ ഇല്ല, അവിടെ വർദ്ധമാൻ്റെയും ഈ ഒരു കമ്പനീൻ്റെയൊക്കെ നൂലാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ 2 നൂല് മാത്രം വാങ്ങിച്ച് പോന്നേക്കാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഫുള്ളായിട്ട് റെഡ് സണ്ണിൻ്റെ നൂലാണ് ഞാൻ വാങ്ങാറുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടാതിരിക്കുമ്പോഴേക്കുള്ളൂ ഞാൻ വേറെ കമ്പനീൻ്റെ നൂല് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ അധികം റെഡ് സണ്ണിൻ്റെ നൂലാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് കേട്ടോ. നല്ല ഉറപ്പും നല്ല ബലമൊക്കെ, അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകുകയൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഒന്നും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് റെഡ് സണ്ണിൻ്റെ നൂലാണ് കേട്ടോ. അപ്പം ഇതിലേറെ നല്ല മെച്ചമുള്ള നൂലുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് റെഡ് സണ്ണിൻ്റെ നൂലാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് എലാസ്റ്റിക് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി വെക്കുക. അപ്പോൾ ഞാനിത് 1 ഇഞ്ചിൻ്റെ ഇത് എലാസ്റ്റിക്കാണ്, റോളായിട്ട് വാങ്ങിയതാണ്. അതിന് മൊത്തമായിട്ട് നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അത്രയും ലാഭമാണ്. നമ്മൾ 1 മീറ്റർ 2 മീറ്ററൊക്കെ മുറിച്ച് വാങ്ങണതിലേറെ നല്ലത് നമുക്ക് വാങ്ങി വെക്കാം. പിന്നെ 1/4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതും ഞാൻ ഇതുപോലൊരു മൊത്തത്തിൽ വാങ്ങിക്കുകയാണ്. അപ്പോൾ നമ്മളിത് 1/4 ഇഞ്ചും 1/2 ഇഞ്ചൊക്കെ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നഷ്ടമാണ്. അപ്പോൾ നമുക്ക് അധികം തയ്ക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ വാങ്ങി വെക്കുക. ഇതൊക്കെ പിന്നെ ഞാൻ റെഡിമെയ്ഡ് പൈപ്പിംഗ് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ഫ്രോക്കിന് വെക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ നൈറ്റിക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ലേസ് അങ്ങനത്തെ ഒക്കെ വാങ്ങി വെച്ച്. ഞാനിപ്പോൾ അതൊന്നും ചെയ്യാറില്ല. ഞാൻ പൈപ്പിംഗ് റോള് വാങ്ങിയിട്ട് ഞാൻ തന്നെ സ്വയം ഉണ്ടാക്കാറാണ് കേട്ടോ ചെയ്യാറുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പൈപ്പിങ്ങും നമുക്ക് വാങ്ങാൻ കിട്ടും. അതും നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നെയ്റ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ നെയ്റ്റിയൊക്കെ അധികം സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് നൂല് അധികം കൊടുന്ന് വെക്കട്ടോ. കാരണം നെയ്റ്റി തുണിയൊക്കെ നമുക്ക് അധികം ഡാർക്ക് കളറിലേക്കരം അധികമായിട്ട് എല്ലാവരും വാങ്ങുക. അങ്ങനെ പ്ലെയിൻ കളറിലൊക്കെ വാങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സെയിം കളറ് നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ല ഡാർക്ക് കളറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും. അപ്പം ഞാൻ ചെയ്യുന്നൊരു ട്രിക്ക് വെച്ചാൽ, ഞാൻ ബ്ലാക്കിൻ്റെ ഒരു പെട്ടി മൊത്തമായിട്ട് ഞാൻ ഇങ്ങനെ വാങ്ങാറാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ ഇത് കഴിഞ്ഞ് തുടങ്ങി ഇപ്പോൾ 4
ട്യൂബ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ തീർന്നു പോയിട്ടോ. അപ്പോൾ ഇങ്ങനെ വാങ്ങി വെക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ, മറ്റുള്ളവർ ചെയ്യാറുണ്ടോ എനിക്കറിയില്ല. ഞാനങ്ങനെ ബ്ലാക്ക് നൂല് കുറച്ചധികം കൊടുന്ന് വെക്കാറുണ്ട്. പിന്നെ വെള്ള നൂല് അധികം ഞാൻ വാങ്ങാറില്ല കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ ഒരു റോളോ അല്ലെങ്കിൽ 2 റോളായിട്ട് നല്ല കുറച്ച് വലിപ്പമുള്ള സൈസ് റോള് ഞാൻ വാങ്ങി വെക്കും. നമുക്ക് വെള്ളയൊന്നും അധികം തയ്ക്കാനുണ്ടാകാറില്ല, അങ്ങനെ ഞാൻ കൊടുന്ന് വെക്കാറുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്ത നൂലുകൾ നമ്മൾ യൂസ് ചെയ്യാത്ത നൂലിലേക്ക് ഇടാറില്ല കേട്ടോ. അത് ഞാൻ യൂസ് ചെയ്യുന്ന നൂല് മാത്രം ഞാനൊരു ബോക്സിലാക്കി വെക്കാറാണ്. അപ്പോൾ നമ്മൾ ഈ നൂല് കെട്ട് കുടുങ്ങാതിരിക്കാനുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക. പിന്നെ ഞാൻ കൊടുന്ന് വെക്കാറുള്ളത് സിബ് കേട്ടോ. മാക്സി സിബ് അധികമായിട്ട് ഞാൻ കൊടുന്ന് വെക്കാറുണ്ട്. കാരണം നമുക്ക് നൈറ്റി അധികം തയ്ക്കാനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നൈറ്റിക്ക് ഏത് സിബാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാമല്ലോ. നമുക്ക് വീട്ടിൽ നിന്ന് ഇടാനാണല്ലോ നൈറ്റി അധികം ഉണ്ടാകുക. നമുക്ക് സെയിം കളറും യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അധികം ബ്ലാക്ക് കളർ ഞാൻ വാങ്ങാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പലതരം കളറും കുറച്ച് വാങ്ങി വെക്കും, അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഫ്രോക്ക് അതുപോലെ തന്നെ ചുരിദാറിനുള്ളതൊക്കെ ഞാൻ അധികം വാങ്ങാറില്ല കേട്ടോ. ഞാൻ കുറച്ച് ഒരു 4-5 എണ്ണമൊക്കെ ഒന്ന് തൽക്കാലം വാങ്ങി വെക്കുക എന്നല്ലാതെ, പിന്നെ നമ്മൾ തയ്ക്കാൻ കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ കളറിനും ഇതിൻ്റെ ഒക്കെ അനുസരിച്ച് ഞാൻ കടയിൽ പോയി വാങ്ങാറാണ് കേട്ടോ ചെയ്യാറുള്ളത്. കാരണം നമുക്ക് ഫ്രോക്കും ചുരിദാറൊക്കെ തയ്ക്കുമ്പോൾ സെയിം കളർ തന്നെ കിട്ടണം. മാക്സി സിബ് വെക്കണ പോലെ നമുക്ക് ഏതെങ്കിലും കളറ് വെച്ചാൽ നമുക്കതൊരു കംഫർട്ടായി കിട്ടൂല. അപ്പോൾ ഞാനിങ്ങനെ നൈറ്റിക്കുള്ള സിബും അതുപോലെ തന്നെ കുറച്ച് സിബൊക്കെ ഞാൻ ഇതുപോലെ കൊടുന്ന് വെക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.